നമ്മളുടെ SCRT ഇംഗ്ലീഷ് വൊക്കാബുലറി സെഷൻ ക്ലാസ് 5 പാർട്ട് 5 വീഡിയോയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനു മുൻപേ നമ്മൾ 4 പാർട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ധാരാളം വാക്കുകൾ നമ്മൾ പഠിച്ചു. അപ്പം നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന വാക്കാണ് അംബീഷൻ. പരിചിതമായിട്ടുള്ളൊരു വാക്കാണ് അംബീഷൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അതിമോഹം അല്ലെങ്കിൽ അഭിലാഷം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹം, ഇന്നതായി തീരണം, ഇന്നത് വാങ്ങണം എന്നൊക്കെ പറയുന്നതാണ് അംബീഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈ അംബീഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വാട്ട് ഈസ് യുവർ അംബീഷൻ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളോട് വരും. ആരായി തീരാനായിട്ടാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ സംതിങ് ദാറ്റ് യു വാണ്ട് ടു ഡു ഓർ അച്ചീവ് വെരി മച്ച് അല്ലേ. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ജീവിതത്തിൽ അച്ചീവ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്കാണ് അംബീഷൻ. അടുത്ത വാക്ക് ആങ്ഷ്യസ്ലി. ആങ്ഷ്യസ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാംക്ഷാപൂർണമായ എന്നൊരു അർത്ഥമാണ് മലയാളത്തിലുള്ളത്. അപ്പോൾ ഈ ആങ്ഷ്യസ്ലി ഇത് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സാമ്പിളായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റുഡൻസ് ആർ വെയിറ്റിംഗ് ഫോർ ദിയർ ആനുവൽ റിസൾട്ട്സ് ആങ്ഷ്യസ്ലി അല്ലേ. റിസൾട്ട് വരിക എന്ന് പറയുന്നത് കാത്തിരിക്കുന്നത് ഒരു ആകാംക്ഷയോട് കൂടിയാണ് അല്ലെങ്കിൽ പ്രതീക്ഷയോട് കൂടിയാണ്. അങ്ങനെയല്ലേ കാത്തിരിക്കുന്നത്. അല്ലാതെ വരും എന്നൊരു വെറും ഒരു തോന്നൽ മാത്രമല്ല, റിസൾട്ടൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഉണ്ടാകുക. അപ്പോൾ ഇവിടെ ഫീലിംഗ് വറീഡ് ഓർ നെർവസ് എന്നാണ് പറയുന്നത് കേട്ടോ. നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാഡീ സംബന്ധമായ അല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, പ്രത്യേക ഒരു ഫീലിങ്ങോട് കൂടി നമ്മൾ കാത്തിരിക്കുക എന്ന് പറയുന്ന ഒരു മീനിങ്ങിലാണ് ആങ്ഷ്യസ്ലി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേതാണ് അപ്രോച്ച്. അപ്രോച്ച് ചെയ്യുക എന്നുള്ള വേർഡിന് പല മീനിങ്ങുകളുണ്ട്. അതായത് സമീപിക്കുക അല്ലെങ്കിൽ സമീപനം എന്ന് നമുക്ക് പറയാം. അവൻ്റെ സമീപനം അല്ലേ, അവൻ്റെ ഒരു അപ്രോച്ച് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ അപ്രോച്ച് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ പാസഞ്ചേഴ്സ് ഗോട്ട് അപ്പ് ഫ്രം ദ സീറ്റ്സ് വെൻ ദ ട്രെയിൻ വാസ് അപ്രോച്ചിങ് ദ സ്റ്റേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രെയിൻ സ്റ്റേഷനോട് സമീപിച്ചപ്പോൾ ആളുകൾ എണീറ്റു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അപ്രോച്ചിന് സമീപനം എന്ന് പറയുന്ന ഒരു അർത്ഥമാണ് ഉള്ളത്. പല രീതികളിൽ സെൻറ്റൻസുകൾ ഉപയോഗിക്കുമ്പോൾ അർത്ഥം മാറി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തൊരു വാക്കാണ് ബഞ്ച്. കൂട്ടം അല്ലെങ്കിൽ സമൂഹം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ആയിട്ട് വരുന്നത്. നമ്പർ ഓഫ് തിങ്സ് ടുഗെദർ, പല കാര്യങ്ങൾ കൂടിയിരിക്കുന്നതിനെയാണ് നമ്മൾ ബഞ്ച് എന്ന് പറയുക. ക്യാരിയർ, ദൂതൻ അല്ലെങ്കിൽ വാഹകൻ എന്നൊക്കെ നമുക്ക് പറയാം. ക്യാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലേ എടുത്ത് സഹായിക്കുന്ന ആളിനെയാണ് ക്യാരിയർ എന്ന് പറയുന്നത്. പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ക്യാരിയർ സിഗ്നൽ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. എ പോസ്റ്റ്മാൻ ഈസ് എ ക്യാരിയർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം എടുക്കുന്ന ഒരാളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ക്യാരിയർ എന്ന് വിളിക്കുക. അടുത്ത വേർഡാണ് ക്ലൂലെസ്. ക്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൂചന അല്ലേ, അല്ലെങ്കിൽ തുമ്പ്, ഇതൊക്കെയല്ല ക്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ സൂചന ഇല്ലാത്ത അല്ലെങ്കിൽ തുമ്പില്ലാത്ത എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ക്ലൂലെസ് എന്ന് പറയുന്നത്. അടുത്തൊരു വാക്കാണ് കൺസീഡ്. കൺസീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ, കൺസീഡ്. ഇറ്റ് ടുക്ക് ഇയേഴ്സ് ടു കൺസീഡ് ഗലീലിയോസ് ആർഗ്യുമെൻറ്റ് ദാറ്റ് എർത്ത് ഈസ് റൗണ്ട് അല്ലേ. ഒരു വാദം, പല വാദങ്ങളും ഉണ്ടാവും. ആദ്യമൊന്നും ആൾക്കാരത് സമ്മതിക്കത്തില്ല, അവസാനം നിൽക്കക്കള്ളി ഇല്ലാതെ വരുമ്പോഴത്തേന് വിട്ടുകൊടുക്കുന്ന ഒരവസ്ഥ, അതാണ് കൺസീഡ്. കൺസീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്നതാണ്. അടുത്തതാണ് കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് ഒരുപാട് പ്രാവശ്യം നമ്മൾ പല സിറ്റുവേഷൻസിൽ കേട്ടിട്ടുള്ളൊരു വേർഡായിരിക്കും. തുല്യത. കറസ്പോണ്ടൻസ് കോഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് എക്സാം എന്നൊക്കെ കേട്ടിട്ടില്ലേ. തുല്യതാ പരീക്ഷ അല്ലെങ്കിൽ തുല്യതാ പാഠഭാഗങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ. ആ ഒരു മീനിങ്ങിലാണ്. അല്ലെങ്കിൽ സാദൃശ്യം, യോജിപ്പ് എന്നൊക്കെയുള്ള മീനിങ്ങിൽ നമുക്ക് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് കറസ്പോണ്ടൻസ്. അടുത്താണ് ക്രസ്റ്റ്. ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കിന് കോഴിപ്പൂവ്, തലപ്പൂവ്, മകുടം എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് എഴുതുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ദ ടോപ്പ് പാർട്ട് ഓഫ് എ ഹിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്നിൻ്റെ മുകൾ വശം അല്ലേ, മുകൾ വശത്താണ് ഈ തലപ്പൂവൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആ രീതിയിൽ അതിനെ അർത്ഥം പറയുന്നത്. അപ്പോൾ മുകൾ വശം എന്നുള്ളൊരു മീനിങ്ങിൽ നമ്മൾ എടുക്കുന്ന ഒരു വേർഡാണ് ക്രസ്റ്റ്. ക്രൂക്ക്.
വക്രത നിറഞ്ഞ ആൾ അല്ലെങ്കിൽ വഞ്ചകി എന്നൊക്കെയുള്ള അല്ലെങ്കിൽ വഞ്ചകൻ എന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ് ക്രൂക്ക്. എ ഡിസ്ഹോണസ്റ്റ് പേഴ്സൺ, സത്യസന്ധത ഇല്ലാത്ത ഒരു വ്യക്തിയെ നമുക്ക് ക്രൂക്ക് എന്ന് പറയാം അല്ലേ. നിങ്ങളെ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മുഖത്ത് നോക്കി പറയാം ഹീ ഈസ് എ ക്രൂക്ക്, യു ആർ എ ക്രൂക്ക് അല്ലേ. ദ ഷോപ്പ് ഓണർ ഈസ് എ റിയൽ ക്രൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പ് ഓണർ സത്യസന്ധത ഇല്ലാത്തവനാണ് എന്ന് നമുക്ക് പറയാം. അടുത്തൊരു വാക്കാണ് ഡെലിവർ. ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ഡെലിവർ. ഫുഡ് ഡെലിവറി അല്ലെ, ഹോം ഡെലിവറി, ഓൺലൈൻ ഡെലിവറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഏൽപ്പിക്കുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക, മറ്റൊരാളുടെ കയ്യിലിരുന്ന സാധനം വേറൊരാൾക്ക് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഏൽപ്പിക്കുക എന്നുള്ള വാക്കിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെലിവർ എന്ന് പറയുന്ന വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുതന്നെയാണ് അവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. കൊറിയർ ഏജൻസി പ്രോമിസ് ടു ഡെലിവർ ദ പാഴ്സൽ വിത്തിൻ 48 hours അല്ലേ, 48 മണിക്കൂറിനകം ഡെലിവറി ചെയ്യാം എന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കുന്നത്. ഒന്നും കൂടെ പറയാം. അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ആഗ്രഹം, വലിയൊരാഗ്രഹം, സാധിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു ആഗ്രഹം. ആങ്ഷ്യസ്ലി എന്ന് പറഞ്ഞാൽ ആകാംക്ഷാഭരിതമായിട്ട് അല്ലെങ്കിൽ നെർവസ് ആയിട്ടുള്ള ഒരു കാത്തിരിപ്പ്. അപ്രോച്ച്, സമീപനം എന്നുള്ളൊരു അർത്ഥത്തിലാണ് അപ്രോച്ച് യൂസ് ചെയ്യുന്നത്. ബഞ്ച്, കൂട്ടം. ക്യാരിയർ, വാഹകൻ. ക്ലൂലെസ്, സൂചനയില്ലായ്മ. കൺസീഡ്, സമ്മതിക്കുക അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക. കറസ്പോണ്ടൻസ്, തുല്യത. ക്രസ്റ്റ്, ടോപ്പ് ഓഫ് എ ഹിൽ അല്ലേ, മുകൾ ഭാഗത്തിന് പറയുന്നതാണ് ക്രസ്റ്റ്. ക്രൂക്ക്, സത്യസന്ധത ഇല്ലാത്ത ഒരു വ്യക്തിയെ പറ്റിയാണ് നമ്മൾ ക്രൂക്ക് എന്ന് പറയുന്നത് അല്ലേ. വഞ്ചകൻ, ചതിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥം. ഡെലിവർ, വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒരു അർത്ഥമാണ്. ഡെലിവറി ചെയ്യുക, വിട്ടുകൊടുക്കുക. അപ്പോൾ ഇത്തരം വാക്കുകളാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിച്ചത്. ഇതിനു മുൻപേ പഠിച്ച പാർട്ടുകളൊക്കെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് യൂസ്ഫുള്ളായിരിക്കും. ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ക്ലാസ്സിൻ്റെ താഴെ അറിയിക്കുക. തുടർന്നും ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾക്കനുസരിച്ചിട്ടായിരിക്കും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് നൈറ്റ്.